Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of statistics chapter, which is based on the previous year questions. Previous year questions ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇഫ് മീൻ ഇസ് 7.5. ഇങ്ങനെ മീൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മിസ്സിംഗ് ഫ്രീക്വൻസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പി ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ടാബുലർ കോളം. ഇത് 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ മീനിൽ നമുക്ക് മിസ്സിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ഡയറക്റ്റ് മെത്തേഡാണ്. മിസ്സിംഗ് ഫ്രീക്വൻസി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒറ്റ മെത്തേഡിലേക്കും പോകരുത്. ഗോ ഫോർ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാം. സോ ഡയറക്റ്റ് മെത്തേഡിന്റെ ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. സോ എക്സ് ഐ എഫ് ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഐൻ്റെ കോളം ഉണ്ടാക്കണം അല്ലെ? എക്സ് ഐയുടെ കോളം നമ്മൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്യണം. സോ ഫോർ ദാറ്റ് എക്സ് ഐ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരിക? 2 + 4 ദാറ്റ് ഇസ് 6. 6 ഡിവൈഡഡ് ബൈ 2 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യണം എന്നില്ല. എന്താണ്? ഈ ഒരു വിഡ്ത്ത് ആഡ് ചെയ്ത് പോയാൽ മതി. അതായത് 2 to 4, 4 to 6, 6 to 8 എല്ലാം വിഡ്ത്ത് 2 ആണ്, അല്ലെങ്കിൽ ക്ലാസ് സൈസ് 2 ആണ്. സോ നമ്മൾ ഇവിടെയും എന്ത് ചെയ്താൽ മതി? 2 വെച്ചിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. സോ ദാറ്റ് ഇസ് 3, 5, 7, 9, 11, 30. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ എഴുതുക കേട്ടോ. 6ന് നേരെ 3, 8ന് നേരെ 5 അങ്ങനെ തന്നെ എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോവും. നെക്സ്റ്റ് എന്താണ്? എക്സ് ഐ എഫ് ഐ. സോ ദിസ് ഈസ് ദ എഫ് ഐ കോളം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഐ എഫ് ഐ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് 6 × 3 18, 8 × 5 40, 15 × 7 it is 105. This is 9p. This is 88. 13 × 4 എത്രയാണ് വരിക? ഇറ്റ് ഇസ് 52. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ടാബുലർ കോളം ഫില്ലപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സിഗ്മ എഫ് ഐ ആൻഡ് സിഗ്മ എക്സ് ഐ എഫ് ഐ. അപ്പോൾ സിഗ്മ എഫ് ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എല്ലാ വാല്യൂസും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പി നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് പി ഇസ് എൻ അൺനോൺ വാല്യൂ. So 8 + 6 14, 14 + 15 it is 29, 29 + 8 എത്രയാണ്? 37, 37 + 4 it is 41, 41 + p. Similarly you have to find the value of sigma xi fi. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു കോളത്തിൽ എല്ലാ വാല്യൂസും എന്ത് ചെയ്യുക? ആഡ് അപ്പ് ചെയ്യുക. അത്രയാണ് ഈ സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള നൊട്ടേഷൻ ഉള്ളൂ കേട്ടോ. സോ യു ഹാവ് ടു ആഡ് all the values unless 9p. 9p നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരിക്കലും 9 കൊണ്ടേ ആഡ് ചെയ്തിട്ട് p സെപ്പറേറ്റ് ആക്കി വെക്കരുത്. 9p എന്നുള്ളത് ഒരുമിച്ച് കിടക്കുന്ന വാല്യൂ ആണ്. സോ 9p നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തെറ്റാണ്ടിരിക്കാൻ അപ്പം തന്നെ എന്ത് ചെയ്യാം? 9p എഴുതി വെക്കുക. ബാക്കിയുള്ള വാല്യൂസ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 303. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് p, so that you have to write the equation for mean, which is x bar is equal to sigma xi fi divided by sigma fi. നമ്മൾക്ക് എത്ര അറിയാമെന്നുണ്ടെങ്കിലും you should write the equation. ഇക്വേഷൻസിനൊക്കെ കീഴിൽ നമുക്ക് മാർക്ക് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ തന്നെ ജസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കീ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CBSE അലോട്ട് ചെയ്യുന്ന മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ എന്ത് നമുക്ക് അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും എഴുതിയിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ ഇക്വേഷനിലുള്ള മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ എക്സ് ബാർ നമുക്ക് എത്രയാണെന്ന് തന്നുണ്ട്? 7.5 ആണെന്ന് തന്നുണ്ട്. സിഗ്മ എക്സ് ഐ എഫ് ഐ ഇറ്റ് ഇസ് 303 + 9p ഡിവിഷൻ sigma fi it is 41 + p. Next you have to rearrange. That is 7.5 into 41 + p is equal to 303 + 9p. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് പിയുടെ വാല്യൂ എന്ത് ചെയ്യുക? ഫോർമുലേറ്റ് ചെയ്യുക കേട്ടോ. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് p as 3. പിയുടെ വാല്യൂ 3 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 7.5 × 41 ചെയ്യുക. അതേമാതിരി തന്നെ 7.5 × p ചെയ്യുക. ഓക്കെ, സോ 7.5 × 41 എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 41 × 75 ഇങ്ങനെ മാനുവലി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 1 5 ആണ്. 5 × 4 20, 0, 7 × 1 it is 7, 7 × 4 it is 28. നെക്സ്റ്റ് 5, 7, 0, 1, 3.
Okay, it is 307.5. അപ്പോൾ 307.5 plus 7.5p is equal to 303 plus 9p എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ you will be getting 307.5 minus 303 is equal to 9p minus 7.5p. It is 1.5p, or it is 4.5 divided by 1.5 is equal to p. ഇപ്പോൾ 1.5 into 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 4.5 കിട്ടുന്നുണ്ടാവും. അല്ല ഡെസിമൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റു 10 വെച്ച് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് ഡെസിമൽ കളയുക. ദാറ്റ് ഈസ് 45/15 കിട്ടുന്നുണ്ടാവും. 45/15 എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും 2 മാർക്ക് ക്വസ്റ്റ്യനിലൊന്നും നിങ്ങൾ ഒരിക്കലും കുറേ അധികം ടൈം എന്ത് ചെയ്യാൻ പാടില്ല? സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഏറ്റവും കൂടുതലായിട്ട് സ്പീഡിൽ ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം. എന്നിരുന്നാൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാണ്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടുക എന്നല്ലാണ്ട് വേറൊരു വഴിയും 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. So this is our next 2 mark question. Find the mode of the following data. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മീനിൻ്റെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, മോഡിൻ്റെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, അതേമാതിരി തന്നെ എംപെരിക്കൽ ഫോർമുലയുടെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം മീനിൽ ഇനിയും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ എല്ലാ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ സെയിം മെത്തേഡിലുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ വ്യത്യാസപ്പെട്ട് ചെയ്തു തരുന്നത്. അപ്പം മീനിൻ്റെയും ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഈ പി മാറ്റിയിട്ട് എക്സ് ആക്കി, മീൻ 7.5 മാറ്റിയിട്ട് വേറൊരു വാല്യൂ ആക്കി, അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിച്ചിട്ടുണ്ട്. എല്ലാം നമ്മളിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓരോ മോഡലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീനിൻ്റെ ഒരു സെക്ഷൻ, മോഡിൻ്റെ സെക്ഷൻ, അങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. സോ ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. മോഡിനെ സംബന്ധിച്ച് നമുക്ക് പുതിയൊരു ടേബിൾ ഇനി കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നിട്ടുള്ള ടേബിളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം മോഡ് is equal to ഇക്വേഷൻ അറിയണം. L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ പ്രീവിയസ് NCERT ചാപ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത്, NCERT ചാപ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. F1 എന്താണ്, F0 എന്താണ്, H എന്താണ്, L എന്താണെന്നുള്ളത്. അപ്പോൾ ആ നൊട്ടേഷൻസ് ക്ലിയർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അത് ആ വീഡിയോസ് പോയി കാണാവുന്നതാണ് കേട്ടോ. അത് കണ്ട് തറോ ആയതിനു ശേഷം വന്നിട്ട് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് യു ഹാവ് ടു ഫൈൻഡ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും മോഡൽ ക്ലാസ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു എൻസർക്കിൾ ഇറ്റ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, അത് വട്ടം വരച്ച് വെക്കുക, അത്രയും ചെയ്താൽ മതി. സോ യു ഗോട്ട് മോഡൽ ക്ലാസ് എന്താന്ന് കിട്ടി? യു ഹാവ് ഗോട്ട് മോഡൽ ക്ലാസ്സസ് 40 to 50. ആൻഡ് F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്, ദാറ്റ് ഈസ് 70. F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് പ്രിസീഡിങ് ദ മോഡൽ ക്ലാസ്, ദാറ്റ് ഈസ് 12. ആൻഡ് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സീഡിങ് ദ മോഡൽ ക്ലാസ്, ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് സക്സീഡിങ് ദ മോഡൽ ക്ലാസ്, ദാറ്റ് ഈസ് 4. ആൻഡ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്, ഇറ്റ് ഈസ് 40. ആൻഡ് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ആണ്, ഇറ്റ് ഈസ് ഓൾ 10. സോ നമുക്ക് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യണം? ജസ്റ്റ് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ എഴുതിയപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു F1 മൈനസ് F0 എന്നാണ് എഴുതേണ്ടത്, അല്ലാണ്ട് F0 മൈനസ് F1 അല്ല. ബിക്കോസ് സബ്ട്രാക്ഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മോഡ് ആസ് L is 40 plus 17 minus 12 divided by 2 into 17, it is 34, minus F0 12 minus 4 into H എത്രയാണ്? 10 ആണ്. or it is 40 plus 17 minus 12, it is 5. 34 minus 16 എത്രയാണ് വരുന്നുണ്ടാവുക? 34 minus 16 മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാം. it is 48, it is 18 into 10, or it is 40 plus cancel ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ you will be getting it as 5 and it is 9.
25/9 കിട്ടുന്നുണ്ടാവും, or the value is 42.7. 25/9 എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 9 2s ആണ് 18, 9 3s 27 ആവും. 25-നേക്കാളും മേലെയുള്ള വാല്യൂ ആണ്. ആൻഡ് ദിസ് വിൽ ബി, യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് 70 വരും. സോ ഇറ്റ് ഇസ് 9 7s are 63 അല്ലേ. അപ്പോൾ ഇത് എത്ര വരിക, 2.7 വരും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 40 + 2.7 ഇറ്റ് ഈസ് 42.7. ഓക്കെ. അപ്പോൾ ഡിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തറവായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ തെറ്റാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 2022 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. So this is our next 2 mark question. Using the empirical relationship between the 3 measures of central tendency, find the median whose mean is 169 and mode is 175. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. MCQയിലും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 3 median is equal to mode plus 2 mean എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇവിടുത്തെ കോഎഫിഷ്യൻസ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആൻസർ മൊത്തമായിട്ട് തെറ്റും. സോ 3 median is equal to mode plus mean, mode plus 2 mean. ഓക്കെ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇവിടെ മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ മീഡിയൻ വിൽ ബി ഈക്വൽ ടു mode plus 2 mean ഹോൾ ഡിവൈഡഡ് ബൈ 3 അല്ലേ. ഇവിടെ ഒരു എക്സസ് 3 ആയിട്ട് കോഎഫിഷ്യന്റ് കിടക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് എടുത്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മോഡ്. മോഡ് എത്രയാണ്, 175 ആണ്. 2 ഇൻറ്റു മീൻ എത്രയാണ്, 169 ആണ്. സോ 2 ഇൻറ്റു 169 ഡിവിഷൻ 3. സോ 175 പ്ലസ് 2 ഇൻറ്റു 169 കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് കോളം എപ്പോഴും നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. 169 ഇൻറ്റു 2 80, 6 to 12 1 6 to 12 12 plus 1 13. 2 into 2 2 into 1 2 2 plus 1 3. Okay, this 338 division 3, or you will be getting the answer as 171. അപ്പം എന്ത് ചെയ്യുക, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you will be getting the answer as 171. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് 2 മാർക്സിന് എന്ത് ചെയ്യാനുള്ളത്, എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റേജ് കൂടിയിട്ടുള്ള 3 മാർക്ക് സെഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിന് പുറമേ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക. ഇതിലിപ്പോൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം നന്നായി തന്നെ പഠിക്കുക. എക്സാംസിൻ്റെ ഡേറ്റ് അടുത്ത് തുടങ്ങി. നന്നായി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.